ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഫാസ് കുക്ക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മുടെ അയക്കൂറ വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ ഇതിനായിട്ട് 1.5 കിലോ അയക്കൂറ എടുത്തിട്ടുണ്ട്. നല്ലപോലെ മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനായിട്ട് അടുപ്പത്ത് ഇതുപോലൊരു ചട്ടി വെച്ച് കൊടുക്കുക. അപ്പം ഞാൻ മണ്ണിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലൊരു ചട്ടി വെച്ച് കൊടുക്കുക. അത് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഒരു 1/4 ടീസ്പൂണോളം നമുക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് മതിയാവും. പെരിഞ്ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. പെരിഞ്ജീരകം നല്ലപോലെ പൊട്ടിയതിന് ശേഷം 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് ചെറുതായത് കൊണ്ട് ഞാൻ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 മതിയാവും. പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇത് രണ്ടും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ പേസ്റ്റാക്കി അരച്ചെടുത്തതല്ല, ഒന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ ഇതുപോലെ ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഉള്ളിയും തക്കാളിയും. അപ്പോൾ ഞാൻ മീഡിയം സൈസിലുള്ള ഒരു ഉള്ളി എടുത്ത് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി മുഴുവനായിട്ട് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്കൊന്ന് ഇതിൻ്റെ പച്ചമണം മാറി ഏകദേശം ഒന്ന് വാടി കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. കൂടുതൽ ബ്രൗണർ ആവുന്നത് വരെ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം ഓൾ എന്ന ഓപ്ഷൻ കൂടി വരും, അതും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം ഞാൻ മീഡിയം സൈസിലുള്ള 2 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് തക്കാളി നല്ലപോലെ വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും പരമാവധി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ മീൻ കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇപ്പം നമ്മുടെ തക്കാളി നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ തക്കാളി ഒന്ന് ഉടച്ച് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഉടച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് മല്ലിപ്പൊടി. 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മതിയാവും. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂണോളം മതിയാവും. ഇനി 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി 1/2 ടീസ്പൂണ്. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ മുളകിൻ്റെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് ചേർക്കാനുള്ളത് നമ്മുടെ ഫിഷ് മസാല. അപ്പം ഞാൻ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ തേങ്ങയുടെ ഇത് 2ാം പാലാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. 1ാം പാലല്ല, 2ാം പാൽ. അപ്പം ഞാൻ ഒരു തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. അതിൻ്റെ 2ാം പാൽ ഞാൻ ആദ്യം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്കിതിൽ ചേർക്കാനുള്ളത് നമ്മുടെ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള പുളി. അപ്പോൾ ഞാൻ കുടംപുളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ കുടംപുളി നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. കണ്ടില്ലേ, നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കണം. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി മീൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവൻ മീനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മീനിലേക്ക് മസാല എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മീനൊക്കെ ഇട്ട് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇനി അടുത്തത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങാപ്പാലിൻ്റെ 1ാം പാല് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തത് 2ാം പാല്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1ാം പാല്. അപ്പോൾ ആദ്യം തന്നെ 1ാം പാല് ചേർക്കാൻ പാടില്ല. 2ാം പാല് ചേർത്ത് മീൻ പകുതി വേവിച്ചതിന് ശേഷം മാത്രം 1ാം പാല് ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കയ്യിലിട്ട് ഒന്ന് കുത്തി ഇളക്കാൻ പാടില്ല. ഒന്ന് മെല്ലെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ മീൻ പൊടിഞ്ഞു പോവും. ഇതുപോലെ മെല്ലെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഫിഷ് മസാല കുറച്ചിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഫിഷ് മസാല മുകൾ ഭാഗത്ത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില കൂടി വെച്ച് കൊടുക്കാം. ഇനി മൂടി വെച്ച് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ അയക്കൂറ കൊണ്ടുള്ള സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അതുപോലെ തന്നെ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.